നമസ്കാരം. സ്നേഹജ്യോതിസ് അമ്മ പ്രാർത്ഥനാ ധ്യാനം. ഇന്ന് ഭഗവാൻ നൽകുന്ന സന്ദേശം, കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തെ പടിപടിയായി ഉയർത്താൻ നമുക്ക് ആ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. 2 കാർഡാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യം ആ കാർഡ് കാണുമ്പോൾ, അതിൽ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്നാദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ ആണ് തോന്നുക. ഭഗവാൻ അങ്ങനെയാണ് നൽകുക. ഞാൻ പറയുന്നതായിരിക്കണം എന്നില്ല നിങ്ങൾക്കുള്ള മെസ്സേജ്. എനിക്ക് മനസ്സിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് കാണുന്നത്? 2 കാർഡ് നമുക്ക് എടുക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ക്ലീം കൃഷ്ണായ വല്ലഭായ നമഃ. എറ്റേണൽ ബോണ്ട് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്, നമ്മളും ഭഗവാനായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം. ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ. ഏറ്റവും ഇപ്പം 2 കാര്യങ്ങൾ. എറ്റേണൽ ബോണ്ട്, മെർജ് യുവർ സെൽഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലിസ് എന്നാണ്. ഇന്നർ ബ്യൂട്ടി ഈസ് കമൻഡബിൾ ആൻഡ് ബ്രിങ്സ് ലവ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ട്രൂ ബ്യൂട്ടി ലൈസ് ഇൻ ദി സോൾ. ഇപ്പം 2 കാര്യങ്ങളാണ്. എറ്റേണൽ ബോണ്ട്, ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് ചിന്തിക്കുക ഒരു നിമിഷം. ഇത് കണ്ടിട്ട് എറ്റേണൽ ബോണ്ടും ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ. ഇനി ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ആശയം ഞാൻ പറയാം. അത് മെർജ് യുവർ സെൽഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലിസ്. അപ്പോൾ ഇതിൽ ഭഗവാനോട് കൂടിച്ചേരാനാണ് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഒരു നന്മ കൊണ്ട്, ഭഗവത് ചൈതന്യം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് നന്മ നൽകുന്നത്, ആ ഒരു നന്മ കൊണ്ട്, ആ സ്നേഹം കൊണ്ട് ഭഗവാനോട് കൂടിച്ചേരുക. കാരണം നമ്മൾ ഇന്നിലും തുടങ്ങിയ ബന്ധമല്ല എന്നാണ്. എറ്റേണൽ ബ്ലിസ് ജോയ് ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലിസ് മെർജ് യുവർ സെൽഫ് ഇൻ മി. അപ്പോൾ ദൈവത്തിലേക്ക് കൂടിച്ചേരുക, ആ ഒരു ദൈവികമായ സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കൂടിച്ചേരുക. അപ്പം അങ്ങനെ കൂടിച്ചേരുമ്പോൾ നമുക്ക് ആനന്ദം, നല്ലൊരു ആനന്ദം മനസ്സിന് ലഭിക്കുന്ന പറയുന്നത്. യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലിസ്. നമുക്കൊരു ജീവിതകാലം മുഴുവനും ആനന്ദിക്കാനുള്ളത് അതിൽ നിന്ന് ലഭിക്കും. ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കും. ഇപ്പം നമ്മൾ ബന്ധം വിട്ടുപോയിരിക്കുകയാണ്. നമ്മുടെ മാനുഷികമായ ഈ ഭൂമിയിലെ മെറ്റീരിയൽ കാര്യങ്ങളോട് കൂടുതൽ അടുപ്പം പ്രാപിച്ചുകൊണ്ട് മെറ്റീരിയൽ കാര്യങ്ങളിലേക്ക് മാത്രം, പണം ഉണ്ടെങ്കിൽ കൂടി, അന്നന്ന് ജീവിക്കാനുള്ളതുണ്ടെങ്കിൽ കൂടി, അന്നന്ന് ജീവിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ഓട്ടത്തിലാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതും ഒരു സത്യമാണ്. കുടുംബത്തിനെ സേഫ് ആക്കാൻ വേണ്ടി. അപ്പം അവിടെ നമുക്ക് ഭഗവാനെ നോക്കാനുള്ള സമയം ഉണ്ടാകില്ല. ആ ഒരു എറ്റേണൽ ബോണ്ട് നമുക്ക് വീണ്ടും, കാരണം നമ്മൾ മെറ്റീരിയൽ ലൈഫിലേക്ക് മുഴുകും തോറും, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തുലാസ് പോലെയാണ്. തുലാസ്, നമ്മുടെ പണ്ടത്തെ തുലാസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പം ഇല്ല. പണ്ട് കടകളിലൊക്കെ തൂക്കിയിട്ടിട്ട് ഒരു പാത്രം പോലെ കാണാം 2. അപ്പം അതിൽ ഏത് ഭാഗമാണോ താഴുന്നത് അതിനനുസരിച്ച് ആ ഭാഗത്തേക്ക് നമ്മുടെ ഫുള്ള് ശ്രദ്ധയും കാര്യങ്ങളും പോകും. ഇപ്പം നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ ഭഗവാന്റെ തട്ട് അവിടെ താഴില്ല. ഭഗവാന്റെ തട്ട് താഴില്ല, മെറ്റീരിയലിൻ്റെ തട്ട് താഴ്ന്നിരിക്കുന്നു. അപ്പം അത് വിട്ടിട്ട് നമ്മൾ, അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തന്നെ, പൂർണ്ണമായിട്ടും എല്ലാം വിടണമെന്നല്ല, പക്ഷെ ആ ജീവിക്കുമ്പോൾ തന്നെ, ജീവിത സാഹചര്യങ്ങൾക്ക് ഒരുക്കുമ്പോൾ തന്നെ ഭഗവാനുമായിട്ട് കൂടിച്ചേരാം. അതെങ്ങനെ കൂടിച്ചേരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്നർ ബ്യൂട്ടി ഈസ് കമൻഡബിൾ ആൻഡ് ബ്രിങ്സ് ലവ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ട്രൂ ബ്യൂട്ടി ലൈസ് ഇൻ ദ സോൾ. അപ്പോൾ അതിനൊരു വഴി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്നർ ബ്യൂട്ടീനെ ഷൈൻ ചെയ്തുകൊണ്ടാണെന്നാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ധാരണയാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ ബ്യൂട്ടീനെ ഷൈൻ ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നന്മ കൊണ്ട് നമ്മളിലേക്ക് നന്മ നിറയ്ക്കുക. നമുക്ക് ശരീരത്തിന്, നമ്മുടെ സോളിന് ഉയർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് സോളിന് പറ്റാത്തതാണ് എന്ന് തോന്നുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് പറ്റാത്തതാണ്, അതുവഴി നമ്മുടെ സോളിനും അത് പറ്റാത്തതാകും എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക.
എന്നിട്ട് നന്മ കൊണ്ട് നിറയ്ക്കുക. നമുക്കും ഇന്നർ ബ്യൂട്ടി, നമ്മുടെ ഉള്ളിലും ആ ഇന്നർ ബ്യൂട്ടി ഷൈൻ ചെയ്യുമ്പോൾ, ഇന്നർ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ആന്തരികമായ ഒരു സൗന്ദര്യം മാത്രമല്ല, അതിലൊരു നന്മയുണ്ട്. ആ നന്മ നമ്മൾ വർദ്ധിക്കുമ്പോൾ, ഇന്നർ ബ്യൂട്ടി വർദ്ധിക്കുമ്പോൾ, അത് ഈ എറ്റേണൽ ബോണ്ട് വീണ്ടും പുനഃസ്ഥാപിക്കാൻ പറ്റും. നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ഒരു മെർജ് ചെയ്യാൻ പറ്റും. മെർജ് യുവേഴ്സെൽഫ് ഇൻ ഹിം എന്നാണ് നമ്മളെ തന്നെ മെർജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെർജ് ചെയ്യാനുള്ള സാഹചര്യം വീണ്ടും ഉണ്ടാവുകയാണ് ഇന്നർ ബ്യൂട്ടി ഷൈൻ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം, മറ്റുള്ളവർക്ക് നന്മ ഉള്ള കാര്യങ്ങൾ നമ്മുടെ അറിവ്, നമ്മൾ മനസ്സോടു കൂടി തന്നെ ചെയ്യുക, സ്നേഹത്തോടെ അവർക്ക് നന്മ. ഇപ്പോൾ നമ്മൾ അവരെ അറിയിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് മറ്റുള്ളവർക്ക് നന്മയാകട്ടെ എന്നുള്ള ഒരു ചിന്തയോട് കൂടി ചെയ്യുക. അത് നമ്മുടെ ഒരു ഇന്നർ ബ്യൂട്ടി ഷൈൻ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അത് ശരിക്കും നന്മ ചെയ്യുക, സ്നേഹത്തോടെ എല്ലാത്തിനും ക്ഷമയോട് കാണാം, ഇതൊക്കെ ഇന്നർ ബ്യൂട്ടി ഷൈൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ അത് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു വഴി തുറക്കും, ഭഗവാനുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു വഴി തുറക്കും. അങ്ങനെയാണ് ഞാനിന്ന് ഈ ഒരു കാർഡിൻ്റെ ആശയത്തെ എടുക്കുന്നത്. അപ്പോൾ എറ്റേണൽ ബോണ്ട് നമുക്ക് സ്ഥാപിക്കാം എങ്ങനെ? ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.